Hi everyone. So today we are about to start a new lecture. ഇതൊരു മലയാളം ലെക്ചർ സീരീസ് ആണ്. ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പറേഷൻ നമ്മുടെ UPSC സിവിൽ സർവീസ് ആസ്പിരൻസിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അതിനുവേണ്ടി നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത് ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി ടെക്സ്റ്റ് ബുക്കാണ്. സോ ഇത് ഓരോ സെപ്പറേറ്റ് ലെക്ചർ വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്ക് ആണ്. എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത്. സോ ആ ഫ്രെയിംവർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മുമ്പുള്ള ഫ്രെയിം ചെയ്യുന്നത് 1949 അതിനു മുമ്പുള്ള സിനാരിയോ, അതായത് ബ്രിട്ടീഷ് റൂളിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് കമ്പനി റൂൾ, ബിക്കോസ് കമ്പനി 1773 തൊട്ട് 1858 വരെ ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. 1858 തൊട്ട് 1947 വരെ ഇന്ത്യ റൂൾ ചെയ്യുന്നത് ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ടാണ്. അങ്ങനെയാണ് വൈസ്രോയ് എന്ന് പറയുന്ന പദവി വരുന്നത്. സോ വൈസ്രോയ് മീൻസ് വൈസ് ടു ക്രൗൺ മീൻസ് ക്രൗണിന്റെ തൊട്ട് താഴെ വരുന്ന ഇൻഡിവിജ്വൽ. അങ്ങനെയാണ് വൈസ്രോയ് എന്ന് പറയുന്ന ടേം വരുന്നത്. അവിടെ തൊട്ട് നമ്മൾക്ക് ക്രൗൺസ് റൂള് കാണാൻ പറ്റും. സോ ഇന്ത്യൻ പൊളിറ്റി എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ രണ്ട് ഫേസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ബ്രിട്ടീഷ് റൂളിനെ. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് കമ്പനി റൂൾ ആയിരുന്നു. ദാറ്റ് വാസ് ഫ്രം 1773 ടു 1858. ആൻഡ് പിന്നീട് വരുന്ന ഫേസ് എന്ന് പറയുന്നത് ക്രൗണിന്റെ ഡയറക്റ്റ് റൂൾ ആണ്. ക്രൗൺ റൂൾ ചെയ്യുന്നത് വൈസ്രോയ് വഴിയായിരുന്നു. ഓക്കെ, എനിവേ നമുക്ക് ആ ഒരു ഫേസ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഡീറ്റെയിൽ ചെയ്യാം. ആദ്യത്തെ ലെക്ചർ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ അതിനു വേണ്ടി കുറച്ച് ബേസിക് തിങ്സ് ഞാൻ ആദ്യമായിട്ട് പറയാം. ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് എത്തുന്നത് 1600 AD അവർ വരുമ്പോൾ അവരുടെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് ജസ്റ്റ് ട്രേഡ് ആയിരുന്നു. ബിക്കോസ് ഇന്ത്യയുമായിട്ട് ട്രേഡ് നടത്താനുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ബ്രിട്ടീഷ് ചാർട്ടർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ക്രൗൺ സൈൻ ചെയ്ത് ഇറക്കുന്ന ആക്ടുകൾ, ഓർഡറുകളെയാണ് ബ്രിട്ടീഷ് ചാർട്ടർ എന്ന് പറയുന്നത്. ചാർട്ടർ വഴി എക്സ്ക്ലൂസീവ് റൈറ്റ്സ് നേടിയതിനു ശേഷം അവർ ഇന്ത്യയിൽ വന്നു. ആദ്യത്തെ ഏതാണ്ട് 150 വർഷത്തോളം അവരുടെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് ട്രേഡ് മാത്രമായിരുന്നു. പിന്നീട് 1765 എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് രണ്ട് ബാറ്റിൽസ് അവർ ഓൾറെഡി ഇന്ത്യയിൽ ഫൈറ്റ് ചെയ്തു. ഒന്നാമത്തത് 1757 ബാറ്റിൽ ഓഫ് പ്ലാസി, അതിനുശേഷം 1764 ബാറ്റിൽ ഓഫ് ബുക്സർ. ഇത് രണ്ടും കഴിയുന്നതോടുകൂടി ബംഗാളിലെ ഏതാണ്ട് പരമാധികാരം, അതായത് അവർക്ക് ദിവാനി റൈറ്റ്സ് എന്ന് പറയും. ഈ റൈറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റവന്യൂ, സിവിൽ ജസ്റ്റിസ്, അതായത് സിവിൽ ജസ്റ്റിസ് നടപ്പിലാക്കാനും അതേപോലെ റവന്യൂ കളക്ഷനുമുള്ള അധികാരം ബംഗാളിലും ബീഹാറിലും ഒഡീഷയിലും ബ്രിട്ടീഷുകാർക്ക് കിട്ടി. ഇതോടുകൂടി അവർക്ക് സർട്ടൻ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കിട്ടുകയാണ്. സോ ഇതാണ് ബിഗിനിങ്. അതായത് 1765 ശേഷമാണ് ആക്ച്വലി ഇന്ത്യയിൽ അവരുടെ പൊളിറ്റിക്കൽ റൈറ്റ്സ് ഓർ ടെറിട്ടോറിയൽ പവർ എന്നുള്ള രീതിയിൽ അവരുടെ ഇൻട്രസ്റ്റ് കൂടുന്നതും അവർക്ക് ഇന്ത്യയിൽ ഒരു അവകാശം തോന്നുന്നതും 1765 ശേഷമാണ്. സോ ദെൻ 1765 തൊട്ട് 1858 വരെ, നമ്മൾ ആദ്യത്തെ ടൈം പീരീഡ് പറഞ്ഞത് 1773 തൊട്ടാണ്. അത് പറയാനുള്ള കാരണം 1773 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പാസ്സാക്കുന്ന ഒരു ആക്ട്, അതിനെ ചാർട്ടർ ആക്ട് ഓഫ് 1773 എന്ന് പറയും. ആ ആക്ട് തൊട്ട് അതിനുശേഷം 1858 വരെ ഇന്ത്യ റൂൾ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ഉണ്ടായിരുന്നു ഇന്ത്യ റൂൾ ചെയ്യാനുള്ളത്. അതുവഴി അവർ ഇന്ത്യ റൂൾ ചെയ്യുന്നു. സോ 1773 ടു 1857 ഒരു വലിയ കാര്യമായ രീതിയിലുള്ള അജിറ്റേഷൻസോ കാര്യമായ രീതിയിലുള്ള മാസ് മൂവ്മെന്റ്സോ ഇന്ത്യയിൽ നിന്നും ഒരിക്കലും ബ്രിട്ടീഷുകാർക്ക് നേരിടേണ്ടി വന്നില്ല. 1857 നമ്മളുടെ പോപ്പുലർലി അറിയപ്പെടുന്നത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ്. ഈ ഒരു ബാറ്റിൽ സിപ്പോയി മ്യൂട്ടിനി എന്ന് പറയും. 10th റെജിമെന്റിലെ സിപ്പോയികൾ മ്യൂട്ടിനി നടത്തി. ആ മ്യൂട്ടിനിക്ക് ശേഷം ബ്രിട്ടീഷ് ക്രൗണിന് മനസ്സിലായി ഇന്ത്യയിൽ ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി റൂൾ ചെയ്തിട്ട് കാര്യമില്ല, ഈ റൂൾ ഏകദേശം എക്സ്റ്റെൻഡ് ചെയ്യുന്ന ടൈം ആയെന്ന് ബ്രിട്ടീഷ് ക്രൗൺ മനസ്സിലാക്കുകയും അതിനുശേഷം 1858 തൊട്ട് പുതിയ ആക്ട് പാസ്സാക്കുന്നു. ക്രൗൺ ഭരണം ഏറ്റെടുക്കുന്നു. അതുവഴി ആദ്യത്തെ വൈസ്രോയി ആയത് കാനിങ് ആണ്. സോ 1858 തൊട്ട് 1947 വരെ, ഇൻഡിപെൻഡൻസ് വരെ ഇന്ത്യ റൂൾ ചെയ്യുന്നത് ബ്രിട്ടീഷ് ക്രൗൺ ആണ്. സോ അതാണ് നമ്മൾ ഫസ്റ്റ് ഫേസ് ആയിട്ട് അറിയേണ്ടത്. നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ 1600 ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് എത്തുന്നു.
1765 വരെ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ട്രേഡേഴ്സ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. 1765 ശേഷം, അതായത് ദിവാനി കിട്ടുന്നു ബംഗാൾ, ബീഹാർ, ഒഡീസ. ദിവാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് റവന്യൂ അഡ്മിനിസ്ട്രേഷൻ. അതായത് അവർക്ക് കരം കളക്ട് ചെയ്യാം, ടാക്സ് കളക്ട് ചെയ്യാം, അതേപോലെ ജസ്റ്റ് സിവിൽ നിയമം ഫ്രെയിം ചെയ്യുന്നത് ഇവരാണ്. അങ്ങനെയുള്ള അധികാരങ്ങളെല്ലാം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടുന്നു. അതിനുശേഷമാണ് ഇന്ത്യയിൽ അവർക്ക് പൊളിറ്റിക്കൽ റൈറ്റ്സും ഒരു ടെറിട്ടോറിയൽ പവർ എന്നുള്ള അധികാരങ്ങളും നേടുന്നത്. ദെൻ 1857 വരെ സിപ്പോയ് മ്യൂട്ടിനി വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലെല്ലാം സുരക്ഷിതമായിരുന്നു. സിപ്പോയ് മ്യൂട്ടിനി കഴിയുമ്പോൾ റൈറ്റ്സ് പവർ ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതോടുകൂടി 1858 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ക്രൗൺ അധികാരം പിടിച്ചെടുക്കുന്നു. 1858 തൊട്ട് 1947 ഇൻഡിപെൻഡൻസ് വരെ പിന്നീട് ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷ് ക്രൗൺ ആണ്. സോ ദാറ്റ് വാസ്, അത്രയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. ഇനി നമ്മൾ മൂവ് ഓൺ ചെയ്യാണ്. സോ ബേസിക് തിങ്സ് ആദ്യമായിട്ട് അറിയേണ്ടത്, ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി എന്ന് പറയുന്നത് ജാനുവരി 26, 1950 എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മൊത്തമായിട്ട് എൻഫോഴ്സ് ചെയ്യുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, മൊത്തമായിട്ട് എൻഫോഴ്സ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്തത് ഈ ദിവസമാണെന്നോ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇനീഷ്യലി നമ്മൾ കംപ്ലീറ്റ് ചെയ്തതോ ഇനീഷ്യലി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തതോ ഈ ദിവസമാണെന്നല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ November 26, 1949 തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് കംപ്ലീറ്റ് ആയി. കോൺസ്റ്റിറ്റ്യൂഷന്റെ 3 ബേസിക് പ്രൊവിഷൻസ് November 26, 1949 തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ 3 ബേസിക് പ്രൊവിഷൻ എന്ന് പറയുന്നത്, 1 പാർലമെന്റ് ആണ്, 2 ഇലക്ഷൻ, 3 സിറ്റിസൺഷിപ്പ്. ഈ 3 ബേസിക് പ്രൊവിഷൻസും സം സപ്പോർട്ടിംഗ് പ്രൊവിഷൻസും നമ്മൾ അതോടൊപ്പം തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് 1949 November 26 അവിടെ നിന്നും അന്ന് കംപ്ലീറ്റ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി 2 മാസം വെയിറ്റ് ചെയ്യുകയുണ്ടായി. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജെനുവിൻ റീസൺ ഉണ്ട്. റീസൺ എന്ന് പറയുന്നത് ഇതാണ്: നമ്മൾ 1930 ജാനുവരി 26 പൂർണ്ണ സ്വരാജ് ആയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുൻപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ഓർമ്മയ്ക്കായി, അത് കമമറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ November 26 കഴിഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ ജാനുവരി 26 വരെ 2 മാസം വെയിറ്റ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത്. സോ അത് നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞാണ്. നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ബ്രിട്ടീഷ് റൂളിനെ നമ്മൾ രണ്ട് ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തതായിട്ട് പറഞ്ഞു. കമ്പനി റൂളും ദെൻ ക്രൗൺസ് റൂളും. കമ്പനി റൂളിന്റെ കീഴിൽ പുറപ്പെടുവിച്ച പ്രധാന ആക്ടുകളാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ആദ്യത്തെ ആക്ട് ആണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ഓക്കെ, ആദ്യത്തെ ആക്ട് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണ്. ഈ ആക്ട് പാസ്സാക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ അഫയേഴ്സ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. സോ ഇതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയാനുള്ള 3 കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തത്, ഇത് ഇന്ത്യയിലെ അഫയേഴ്സിന്, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് എതിരെ ആദ്യമായിട്ടുള്ള ഒരു കൺട്രോളാണ്. സോ ദിസ് വാസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് മുകളിൽ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ കൺട്രോൾ, ആദ്യമായിട്ടൊരു പോയിന്റ് ഇടുക എന്ന് പറയുന്നത്, ആദ്യമായിട്ടൊരു കൺട്രോൾ കടിഞ്ഞാണിടുക എന്ന് പറയുന്നത് ഈ പറയുന്ന റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 പ്രകാരമാണ്. രണ്ടാമതായിട്ട്, ബ്രിട്ടീഷ് നമ്മൾ പറഞ്ഞു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വന്നത് പ്രധാനമായിട്ടും ട്രേഡ് ലക്ഷ്യങ്ങളോട് കൂടിയാണ്. ട്രേഡ് ആയിരുന്നു അവരുടെ പ്രധാന അജണ്ട. പിന്നീട് പതുക്കെയാണ് അവർ ട്രേഡ് മാറി ഒരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിലേക്ക് പോയത്. സോ അവരുടെ കമ്പനി അഡ്മിനിസ്ട്രേഷനും പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷനും ആദ്യമായിട്ട് 2 ഡിവൈഡ് ചെയ്യുന്നത് ഈ ആക്ട് പ്രകാരമാണ്. സോ ഫോർ ദി ഫസ്റ്റ് ടൈം പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ഓഫ് ദി കമ്പനി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. Then third important point, it laid down the foundation of central administration in India. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ ഫെഡറൽ സിസ്റ്റത്തിനുള്ള ആദ്യത്തെ ഫൗണ്ടേഷൻ, ഒരു യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ലേ ഡൗൺ ചെയ്തതും 1773 ആക്ട് പ്രകാരമാണ്. സോ സെൻട്രലൈസേഷൻ വരുന്നു. സോ 3 കാര്യങ്ങളൊന്നും നമ്മളിവിടെ പറഞ്ഞത്. 1773 ആക്ടിന്റെ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ 3 പ്രധാന കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ മേൽ ആദ്യമായിട്ട് ഒരു ആക്ട് പാസ്സാക്കുന്നു, കമ്പനിക്ക് മുകളിലായിട്ട്. രണ്ടാമതായിട്ട്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൈറ്റ്സിനെ പൊളിറ്റിക്കൽ
ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മൂന്നാമതായിട്ട് ഇത് ആദ്യമായിട്ട് ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷന് ഉള്ള ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തു. ആക്ടിന്റെ പ്രധാന ഫീച്ചേഴ്സ് ആണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. ഒന്നാമത്തെ ഫീച്ചർ, ആദ്യത്തെ പ്രൊവിഷൻ ഇതായിരുന്നു: ബംഗാൾ ഗവർണറെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറ്റുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ഗവർണർ ജനറൽ എന്ന് പറയുന്ന ടൈറ്റിൽ ആദ്യമായിട്ട് റിസീവ് ചെയ്യുന്നത് ലോർഡ് വാറൻ ഹേസ്റ്റിങ്സിനാണ്. സോ വാറൻ ഹേസ്റ്റിങ്സ് വാസ് ദി ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഓക്കെ. Then രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് മെയ്ഡ് ദി ഗവർണേഴ്സ് ഓഫ് മുംബൈ ആൻഡ് മദ്രാസ്. ബ്രിട്ടീഷിന്റെ 3 പ്രധാന പ്രസിഡൻസീസ് ആണ് ഇപ്പൊ നിലവിലുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞു ബംഗാൾ, രണ്ടാമത്തത് മുംബൈ, മദ്രാസ്. സോ മുംബൈയും മദ്രാസിലെയും ഗവർണർമാരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാറൻ ഹേസ്റ്റിങ്സിന്റെ കീഴിലാക്കി. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. സെൻട്രലൈസേഷന്റെ ഫീച്ചർ നമ്മൾ പറഞ്ഞു, സെൻട്രലൈസ് ചെയ്യുന്നു. അതായത് 3 പ്രൊവിൻസ് ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് കിടന്ന ഡിഫറെന്റ് പവേഴ്സ് ഉള്ള 3 പ്രൊവിൻസസിൽ നിന്നും 2 പ്രൊവിൻസസിനെ ഒന്നിന്റെ സബോർഡിനേറ്റ് ആക്കുന്നു, അതിന്റെ കീഴിൽ കൊണ്ടുവരുന്നു. സോ മുംബൈയും മദ്രാസിനെയും ബംഗാളിന്റെ കീഴിൽ കൊണ്ടുവരുന്നതും ഈ ആക്ട് പ്രകാരമാണ്. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത്, സുപ്രീം കോർട്ട് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ സുപ്രീം കോർട്ട് ക്രിയേറ്റ് ചെയ്തത് കൽക്കട്ടയിലാണ് 1773-ൽ. ഈ ആക്ട് പാസ്സാക്കുന്നത് 1773-ലാണ്. 1774-ലാണ് കൽക്കട്ടയിൽ സുപ്രീം കോർട്ട് ഫോം ചെയ്യുന്നത്. സോ ഈ സുപ്രീം കോർട്ടിൽ ഒരു ചീഫ് ജസ്റ്റിസും 3 മറ്റ് ജഡ്ജസുമാണ് ഉള്ള ഒരു കോമ്പിനേഷനോട് കൂടിയാണ് സുപ്രീം കോർട്ട് ഫോം ചെയ്യുന്നത്. ആൻഡ് ഫോർത്ത്, ഇറ്റ് പ്രൊഹിബിറ്റഡ് സർവൻസ് ഓഫ് കമ്പനി. അതായത് ബ്രിട്ടീഷ് കമ്പനിയിലെ ഉദ്യോഗസ്ഥർക്ക് പ്രൈവറ്റ് ട്രേഡിനുള്ള അവകാശം ഉണ്ടാവില്ല. അതായത് ഒരു കാരണവശാലും ബ്രിട്ടീഷ് കമ്പനി അറിയാതെ ഇന്ത്യയിൽ ട്രേഡ് നടത്താൻ പാടില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അറിയാതെ ബ്രിട്ടീഷ് ഒഫീഷ്യൽസിന് ഇന്ത്യയിൽ ട്രേഡ് നടത്താനുള്ള അധികാരം ഇതോടുകൂടി എടുത്തു കളയപ്പെടുന്നു. അതുകൂടാതെ അവർക്ക് ഒരു രീതിയിലുള്ള ബ്രൈബ്സും ഒരു രീതിയിലുള്ള നമ്മൾ പറയാറുണ്ടല്ലോ കൈക്കൂലി പോലുള്ള കാര്യങ്ങളൊന്നും മേടിക്കാനുള്ള അധികാരം, ഉപഹാരങ്ങൾ സ്വീകരിക്കാനുള്ള അധികാരം കമ്പനി ഒഫീഷ്യൽസിന് ഉണ്ടാവില്ല. ദെൻ അഞ്ചാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിന്മേലുള്ള അധികാരത്തെ കൂടുതൽ ഉറപ്പിക്കുന്ന രീതിയിൽ ഒരു പുതിയ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു. ആ പ്രൊവിഷനാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും കമ്പനിയുടെ ഗവേണിംഗ് ബോഡി. അവരായിരിക്കും കമ്പനി എങ്ങനെയാണ് റവന്യൂ മാറ്റേഴ്സ് കൈകാര്യം ചെയ്യുന്നത്, സിവിൽ മാറ്റേഴ്സ് കൈകാര്യം ചെയ്തത്, അതേപോലെ മിലിറ്ററി അഫയേഴ്സ് എങ്ങനെയായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബ്രിട്ടനിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ഇവരുടെ ഉത്തരവാദിത്തമായിരുന്നു. സോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മാറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ബോഡി ക്രിയേറ്റ് ചെയ്യുന്നു. ആ ബോഡിയാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. അത്രയുമാണ് നമ്മൾ ആദ്യത്തെ ആക്ടുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത്. ഇത് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണ്. ഈ റെഗുലേറ്റിംഗ് ആക്ടിൽ നമ്മൾ പറഞ്ഞ 5 ഇമ്പോർട്ടന്റ് പോയിന്റുകൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഒന്നാമത്തത്, ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി മാറ്റുന്നു. അങ്ങനെയായ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ലോർഡ് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. രണ്ടാമതായിട്ട്, മുംബൈയും മദ്രാസ് പ്രസിഡൻസീസിനെ ബംഗാൾ അല്ലെങ്കിൽ കൽക്കട്ട പ്രസിഡൻസിയുടെ കീഴിൽ കൊണ്ടുവരുന്നു. ദെൻ മൂന്നാമതായിട്ട്, ഒരു പുതിയ സുപ്രീം കോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ആ സുപ്രീം കോർട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കൽക്കട്ടയിലാണ്. 1774-ലായിരുന്നു. ഇതിൽ ഒരു ചീഫ് ജസ്റ്റിസും 3 മറ്റ് ജഡ്ജിമാരുമാണ് ഉണ്ടായിരുന്നത്. ദെൻ നാലാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്, ഒരു കാരണവശാലും കമ്പനി ഒഫീഷ്യൽസിന് പ്രൈവറ്റ് ട്രേഡ് നടത്താൻ പാടില്ല. അതോടൊപ്പം തന്നെ ഒരു പ്രസന്റോ ഒരു ബ്രൈബോ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല നേറ്റീവ്സിൽ നിന്നും. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉള്ളത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഇൻഇക്വാലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ആക്ട് പ്രകാരമാണ്. ബിക്കോസ് നേറ്റീവ്സിനെയും വൈറ്റ്സിനെയും അല്ലെങ്കിൽ ബ്രിട്ടീഷിനെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതും ഈ ആക്ട് പ്രകാരമാണ്. അതിന്റെ പ്രൊവിഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടി. ദെൻ ലാസ്റ്റ്, ഒരു അഡീഷണൽ ബോഡി ക്രിയേറ്റ് ചെയ്യുകയാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റിന് കമ്പനിയിൽ മേലുള്ള കൺട്രോൾ കൂട്ടാൻ വേണ്ടി ആ ഒരു ബോഡിയുടെ പേരാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഈ ബോഡി ആയിരിക്കും കമ്പനിയുടെ ഗവേണിംഗ് ബോഡി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഉത്തരവാദിത്തമായിരിക്കും റവന്യൂ, സിവിൽ ആൻഡ് മിലിറ്ററി അഫയേഴ്സ് റിപ്പോർട്ട് ചെയ്യുക, ബ്രിട്ടീഷ് പാർലമെന്റ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഉത്തരവാദിത്തമായിരിക്കും. ഇത്രയുമാണ് ഫസ്റ്റ് ആക്ട്. രണ്ടാമത്തെ ആക്ട്, അമെൻഡിങ് ആക്ട് ഓഫ് 1781.
സോ ഇതിന്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആക്ടിൽ ഉണ്ടായിരുന്ന ഡിഫക്ട്സ് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സോ ആദ്യത്തെ റെഗുലേറ്റിംഗ് ആക്ടിൽ ഉണ്ടായിരുന്ന പോരായ്മകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം റെക്ടിഫൈ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 1781 രണ്ടാമത്തെ ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. ഇതിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തത് നോക്കാം. It exempted Governor General and Council from jurisdiction of Supreme Court for the acts done by their official capacity. അതായത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞ ആക്ട് പ്രകാരം ഒരു സുപ്രീം കോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സുപ്രീം കോർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സുപ്രീം കോർട്ടിൽ എല്ലാ ഇവർ ചെയ്യുന്ന ഓരോ ആക്ടും ക്വസ്റ്റ്യനബിൾ ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഗവർണർ ജനറലും അദ്ദേഹത്തിന്റെ കൗൺസിലും ചെയ്ത ആക്ടുകൾ വരെ സുപ്രീം കോടതിയിൽ ക്വസ്റ്റ്യനബിൾ ആയി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഗവർണർ ജനറലും അദ്ദേഹത്തിന്റെ കൗൺസിലും സുപ്രീം കോർട്ടിൽ ഒരു ക്വസ്റ്റ്യനും ചെയ്യപ്പെടാൻ പാടില്ല, സുപ്രീം കോടതി ജൂറിസ്ഡിക്ഷന് പുറത്താണ് എന്നുള്ള രീതിയിലേക്ക് ഒരു സെപ്പറേറ്റ് പ്രൊവിഷൻ ആദ്യമായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. രണ്ടാമതായിട്ട് ഇറ്റ് എക്സ്ക്ലൂഡഡ് ദി revenue matters and matters arising from collection of revenue from the jurisdiction of Supreme Court. So Supreme Court ക്രിയേറ്റ് ചെയ്തതിൽ ശേഷം ഉണ്ടായിരുന്ന ഇഷ്യൂസ് ആണ് പ്രധാനമായിട്ടും. ഒന്നാമത് നമ്മൾ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് ഗവർണർ ജനറലും അദ്ദേഹത്തിന്റെ കൗൺസിലും ചെയ്യുന്ന ആക്ടുകൾ ഒരു കാരണവശാലും സുപ്രീം കോടതിയുടെ പർവ്യൂവിന് ജൂറിസ്ഡിക്ഷൻ അകത്ത് വരില്ല. രണ്ടാമതായിട്ട് പറഞ്ഞു റവന്യൂ മാറ്റേഴ്സും അതിൽ നിന്ന് കിട്ടുന്ന കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു കാരണവശാലും സുപ്രീം കോർട്ടിന്റെ പർവ്യൂവിൽ വരാൻ പാടില്ല. മൂന്നാമതായിട്ട് ഇറ്റ് പ്രൊവൈഡഡ് സുപ്രീം കോർട്ട് was to have jurisdiction over inhabitants of Calcutta. It also required the court to administer the personal law of defendants. അതായത് ഉദ്ദേശിക്കുന്നത് ഹിന്ദു പേഴ്സണൽ ലോ അല്ലെങ്കിൽ മുസ്ലിം പേഴ്സണൽ ലോ അങ്ങനെയുള്ള ആക്ടുകൾ, അത് മുഹമ്മദ് അൽ ആക്ട്സ് എന്ന് പറയും മുസ്ലിം പേഴ്സണൽ ലോ, അതേപോലെ ഹിന്ദു പേഴ്സണൽ ലോ ഉണ്ട്. ഈ ആക്ടുകൾക്ക് മുകളിൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ടായിരുന്നില്ല സുപ്രീം കോർട്ടിന്, അതിന് മുകളിൽ കൂടി ജൂറിസ്ഡിക്ഷൻ കൊണ്ടുവന്നു. അതായത് ബ്രിട്ടീഷ് സബ്ജക്റ്റിന്മേലുള്ള കൺട്രോൾ കുറയ്ക്കുകയും അതേസമയം നേറ്റീവ്സിന് മേലുള്ള കൺട്രോൾ കൂട്ടുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഇതിന് പിന്നിൽ നമുക്ക് എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. ഫോർത്ത് പോയിന്റ്, it lays down the appeals from provincial courts to be taken by Governor General Council, not to the Supreme Court. സോ പ്രൊവിൻഷ്യൽ കോർട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മളിപ്പോൾ സാധാരണ ഇന്നത്തെ ജുഡീഷ്യൽ സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഹൈക്കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നു, ആ ഹൈക്കോർട്ടിൽ നിന്നും കേസ് അപ്പീൽ വരുവാണെങ്കിൽ അത് പോകുന്നത് സുപ്രീം കോർട്ടിലേക്കാണ്. ആ രീതിയിൽ പ്രൊവിൻഷ്യൽ കോർട്ടിൽ വരുന്ന അപ്പീലുകൾ ഡയറക്റ്റ് ആയിട്ട് പോവേണ്ടിയിരുന്നത് സുപ്രീം കോർട്ടിലേക്കായിരുന്നു. പക്ഷേ ഈ ആക്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു ഒരു കാരണവശാലും അങ്ങനെയുള്ള അപ്പീലുകൾ സുപ്രീം കോർട്ടിലേക്കല്ല പോവേണ്ടത് ഗവർണർ ജനറൽ ഇൻ കൗൺസിലിലേക്കായിരിക്കണം. ദെൻ next, it empowered Governor General in Council to frame regulations for the provincial courts and councils. So completely even provincial courts ആയാലും അതേപോലെ provincial council ആയാലും അവരുടെ മുകളിലുള്ള ലോ വരെ ഫ്രെയിം ചെയ്യാനുള്ള അധികാരം ഗവർണർ ജനറൽക്ക് വിട്ടുകൊടുത്തു. സോ നമ്മൾ പറഞ്ഞത് റെക്ടിഫിക്കേഷൻ ആക്ട് ആണ്, അല്ലെങ്കിൽ അമെൻഡിങ് ആക്ട് ഓഫ് 1781 ആണ്. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 പോരായ്മകൾ പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ആക്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5 പ്രൊവിഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഇത്രയേ ഉള്ളൂ. ഗവർണർ ജനറൽക്ക് എവിടെയൊക്കെയാണോ പവറുകൾ നഷ്ടപ്പെട്ടിരുന്നത് ആ പവറുകളെല്ലാം തിരിച്ചു പിടിക്കുന്നു. സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വളരെ റെലവന്റ് ഒന്നുമല്ല ഈ ആക്ട്. 1773 ആക്ട് ഇമ്പോർട്ടന്റ് ആണ്. 1773 ആക്ട് പ്രകാരം എന്തൊക്കെ പോരായ്മകളാണോ ഗവർണർ ജനറലെ സംബന്ധിച്ച് വന്നിട്ടുള്ളത് അതെല്ലാം ഇവിടെ റെക്ടിഫൈ ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ 2 ഇമ്പോർട്ടന്റ് ആക്ടുകൾ ഡിസ്കസ് ചെയ്തു. ഒരു കാരണവശാലും ലെക്ചർ സീരീസ് നമ്മൾ 20 മിനിറ്റ് കൂടുതൽ ഉദ്ദേശിക്കുന്നില്ല. സോ ആദ്യത്തെ ലെക്ചർ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സെക്കൻഡ് ലെക്ചർ ഇതിന്റെ പാർട്ട് 2 എന്നുള്ള രീതിയിൽ പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.